വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിത്ത് എക്സ്പ്ലോറിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ ഗേൾസിനും ഒരുപോലെ ഉപകാരപ്പെട്ട വീഡിയോ ആണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ എല്ലാവരുടെ ഒരു മെയിൻ ആയിട്ടുള്ള പ്രശ്നമാണ് കയ്യിൽ കാലിലേക്ക് നല്ല ഹെയർ ഗ്രോത്ത് എന്നുള്ളത്. അപ്പോൾ നല്ല ഹെയർ ഗ്രോത്ത് ഉള്ളവരൊക്കെ ആണെങ്കിൽ അതൊരു ഭയങ്കര പ്രശ്നം തന്നെയാണ്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെ മെത്തേഡിൽ നമുക്ക് ഹെയർ റിമൂവ് ചെയ്യാൻ പറ്റുന്ന. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇതായിരിക്കും, എന്താ നമുക്ക് പലതരം മെത്തേഡ് അവൈലബിൾ ആണ്. അപ്പോൾ ഒന്നാമത്തെ എന്താ, നമ്മൾ വാക്സ് ചെയ്ത് നമ്മൾ എന്താ ഹെയർ റിമൂവ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്രീം യൂസ് ചെയ്ത് നമ്മൾ ഹെയർ റിമൂവ് ചെയ്യും. ക്രീം യൂസ് ചെയ്ത് നമ്മൾ നമ്മുടെ വീട്ടിന്റെയും ഫാമിലിന്റെ ഏതെങ്കിലും ഒരു ക്രീം വെച്ചോ, അല്ല അത് കൂടാതെ പല ഹെയർ റിമൂവൽ ക്രീംസും അവൈലബിൾ ആണ്. ഇത് കൂടാതെ വേറൊരു സ്റ്റെപ്പാണ് നമ്മുടെ ഷേവിംഗ് മെത്തേഡ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഷേവിംഗ് മെത്തേഡിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഷേവിംഗ് മെത്തേഡ് എല്ലാവർക്കും ഒരുപോലെ ഈസി ആയിട്ടുള്ളതും പെയിൻലെസ് ആയിട്ടുള്ള ഹെയർ റിമൂവൽ മെത്തേഡാണ് ഈ ഷേവിംഗ് മെത്തേഡ്. അപ്പോൾ അതെങ്ങനെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് വീട്ടിലെങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ കുറച്ച് പേരോട് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം. അതായത് ഞാൻ ചോദിച്ച സമയത്ത് എല്ലാവരും പൊതുവെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഷേവിംഗ് മെത്തേഡ്. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം, നമുക്ക് പെട്ടെന്ന് ചെയ്യാം, നമ്മുടെ ഇത് അനുസരിച്ച് സൗകര്യം പോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ എവിടെയെങ്കിലും പോകണമെങ്കിൽ പാർലറിൽ പോയി പോവാനോ അല്ല ക്രീം ഇട്ട് വെയിറ്റ് ചെയ്യാനൊന്നും സമയമില്ലാത്തതാണ് കൊണ്ടാണ് എല്ലാവരും ഷേവിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും പൊതുവെ വരുന്ന ഒരു ഡൗട്ടാണ്, ഷേവിംഗ് മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ എന്ന് പറയുന്നത് പിന്നീട് വരുന്ന ഹെയർ എന്ന് പറയുന്നത് ഭയങ്കര തിക്കായിട്ടുള്ള ഹെയർ ആയിരിക്കും. ഒരിക്കലുമല്ല. നമുക്ക് എങ്ങനെയാണോ നമ്മുടെ ഹെയർ ഗ്രോത്ത് അതനുസരിച്ചായിരിക്കും നമ്മൾ ഈ ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ടും വരുന്ന ഹെയർ എന്ന് പറഞ്ഞാൽ, അല്ലാണ്ട് തിക്ക് ഹെയർ ഒന്നും വരുന്ന അതൊക്കെ പാടെ തെറ്റാണ്. അപ്പൊ അതുകൊണ്ട് ആരും അതിന് പേടിക്കണ്ട. നമ്മൾ ഷേവ് ചെയ്ത് കഴിഞ്ഞാലും അല്ലാണ്ട് വേറെ ഏത് മെത്തേഡ് ചെയ്താലും നമ്മുടെ ഹെയർ ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മുടെ മുമ്പത്തെ പോലെ എങ്ങനെയാണോ അത് തന്നെ ആയിരിക്കും. അല്ലാണ്ട് തിക്ക് കൂടിയോ തിക്ക് കുറഞ്ഞോ അങ്ങനെയൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാം, എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ള ഇപ്പോഴത്തെ ഒരു ഹെയർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ കയ്യിലുള്ള ചെയിനാണെങ്കിലും എന്താണെങ്കിലും അതൊന്ന് റിമൂവ് ചെയ്ത് നന്നായി ഒന്ന് വാഷ് ചെയ്യുക. നോർമൽ വാട്ടർ വെച്ച് വാഷ് ചെയ്യുക. അതിനുശേഷം നന്നായി ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കോഫി പൗഡറും നമ്മുടെ കേടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പേസ്റ്റാണ് ഇവിടെ ഞാൻ സ്ക്രബായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതല്ല ലെമൺ, പഞ്ചസാര ഏതാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നന്നായി ഒന്ന് നമ്മുടെ കൈ മുഴുവനായിട്ട് നമ്മളെവിടെയാണോ ഷേവ് ചെയ്യുന്നത് അവിടെ ഒന്ന് നമ്മൾ നന്നായി സ്ക്രബ് ചെയ്ത് കൊടുക്കാം. നന്നായി സ്ക്രബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നോർമൽ വാട്ടർ വെച്ചാൽ ഒന്ന് വാഷ് ചെയ്യാം. അപ്പോൾ നമ്മൾ നന്നായി സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്ത് വന്നു. നന്നായി ടവൽ വെച്ചൊന്ന് ആ വെള്ളമൊക്കെ തുടച്ചെടുക്കുക. അപ്പോൾ ഇപ്പം തന്നെ നമ്മുടെ കയ്യിലുള്ള നമ്മളൊരു കയ്യിൽ നമ്മൾ സ്ക്രബ് ചെയ്തതിന് ശേഷം തന്നെ ഒരു നല്ല ഒരു കളറും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നും നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമ്മൾ ഷേവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന റേസർ ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ മിനിസോന്ന് വാങ്ങിയ റേസറാണ്. അപ്പോൾ 3 ബ്ലേഡുള്ള റേസറാണിത്. അപ്പം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ സെയിം റേസർ തന്നെ യൂസ് ചെയ്ത് ഷേവ് ചെയ്യാൻ പാടില്ല. നമ്മുടെ സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കും. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എന്തെങ്കിലും ഒരു ക്രീമോ ഓയിലായാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ ബോഡി വാഷ് ഒന്ന് മുഴുവനായിട്ട് തേച്ച് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഒന്നും തേക്കാണ്ട് നമ്മൾ ഷേവ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മൾ എന്തെങ്കിലും ഒന്ന് തേച്ച് ഷേവ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ എന്ന് പറയുന്നത്. അപ്പം ഞാനിവിടെ ബോഡി വാഷ് വെച്ച് ഞാനൊന്ന് മുഴുവനായി തേച്ച് കൊടുത്ത് അതിന് ശേഷമാണ് ഷേവ് ചെയ്യാൻ പോകുന്നത്. എന്നല്ല ഷേവിങ് ക്രീമാണെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അത് വെച്ചൊന്ന് തേച്ച് കൊടുത്ത് നമ്മൾ ഷേവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നതാവും ഞാൻ ഷേവ് ചെയ്ത് കഴിഞ്ഞ ആ സൈഡിലുള്ള ഹെയറും മറ്റേ ഭാഗത്തുള്ളതും കാണാൻ പറ്റുന്നതാവും. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഹെയർ ഗ്രോത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിരിക്കണം നമ്മളിങ്ങനെ ഷേവ് ചെയ്തുകൊണ്ട് പോകും. അതും സാവകാശം ചെയ്യണം. നമ്മൾ ധൃതി പിടിച്ച് ചെയ്താൽ നമ്മുടെ സ്കിന്നിൽ തന്നെ ഡാമേജ് വരും. നമ്മുടെ ബ്ലേഡ് കൊണ്ട് ചിലപ്പോൾ മുറിഞ്ഞ് സ്ക്രാച്ച് വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം നമ്മളിങ്ങനെ റേസ് ചെയ്ത് അതുകൊണ്ട് തന്നെ മുഴുവനായിട്ട് ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെ ചെയ്യാനും നമുക്ക് പറ്റില്ല.
അപ്പോൾ ഒരു മഗ്ഗിൽ വെള്ളം എടുത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ മുക്കി അതൊന്ന് വാഷ് ചെയ്തിട്ട് വേണം വീണ്ടും നമ്മളതൊന്ന് നമ്മുടെ കൈയോ കാലായാലും ഷേവ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ കൈ മുഴുവനായിട്ടും നമുക്ക് നമ്മുടെ ബോഡി വാഷ് വെച്ച് നമ്മളൊന്ന് തേച്ച് കൊടുത്ത് നമുക്ക് നന്നായി ഇങ്ങനെ ഷേവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഒരു കൈ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഈ കൈയിലുള്ള ഹെയർ പോയപ്പോൾ ഇതിനുള്ള ഒരു മാറ്റം. നമ്മൾ സ്ക്രബ് ചെയ്ത് നന്നായി വാഷ് ചെയ്ത് നമ്മുടെ ബോഡി വാഷ് യൂസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഷേവ് ചെയ്തത്. അപ്പോൾ മറ്റേ കയ്യിലുള്ള ഞാൻ റിമൂവ് ചെയ്തിട്ടുള്ള ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയാണ് ഒരെണ്ണം മാത്രം ചെയ്ത് മറ്റതങ്ങനെ വെച്ച് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആ ഒരു ടാൻ റിമൂവായി എന്ന് പറയാം നമ്മൾ സ്ക്രബ് ചെയ്ത കോഫി ആൻഡ് കേട് വെച്ച് സ്ക്രബ് ചെയ്തപ്പോൾ. അപ്പോൾ നമ്മൾ അടുത്ത കയ്യിലും കൂടി ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ. അപ്പോൾ ശരിക്കും ഇത് ഇത്രയും സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം അവസാനത്തെ നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നന്നായി ഒന്ന് മോയ്സ്ചർ തേച്ച് കൊടുക്കാൻ. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ എന്ന് യൂസ് ചെയ്യുന്ന ഏത് മോയ്സ്ചറാണ് അത് വെച്ചൊന്ന് എല്ലാ സൈഡിലായിട്ട് നമ്മൾ തേച്ച് കൊടുക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ ഡ്രൈ ആവാണ്ട് നിൽക്കുള്ളൂ. അത് ഈ സ്റ്റെപ്സ് തന്നെ നമ്മുടെ കാലിലും യൂസ് ചെയ്ത് നമുക്ക് കാലിൽ നന്നായി ഷേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയറും കൂടി ചെയ്യാം.